ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞാൻ കരുതി ഇന്ന് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് കരുതി കേട്ടോ. അവിടെ അമ്മയും എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളേ. അപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ ഇരിക്കുകയല്ലേ. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ജോലിയില്ല കേട്ടോ. അമ്മ ഒരു വീട്ടിലാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് അവിടെ ജോലിയില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് വീട്ടിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി രാവിലെ തന്നെ എണീറ്റ് വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കി കേട്ടോ. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞാണ്, അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ വീട്ടിൽ അമ്മയുടെ കൂടെ ഉണ്ട്. അവളെ ഹസ്ബൻഡ് അങ്ങ് വെളിയിലാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അവൾ അമ്മയുടെ കൂടെ നിൽക്കുക. ഇതിനിടയിൽ മണിയിട്ടെണ്ണം കാപ്പി കുടിക്കാൻ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു ഒരു ഓട്ടോ എനിക്ക് പിടിച്ച് തരണേന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് വന്നേ. ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് പോയാൽ മതി. അങ്ങനെ കുറച്ചങ്ങ് ചെന്നപ്പോഴത്തേക്ക് റെയിൽവേ ഗേറ്റ് അടവായിരുന്നേ. കുറച്ച് നേരം പിന്നെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതിനിടയിൽ ആര്യമോൾ അവളെ ബുക്കും ബാഗും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ടായിരുന്നു. ഇന്നലെ ഇരുന്ന് കുറച്ച് എഴുതിയായിരുന്നു, പക്ഷേ തീർന്നില്ല. അങ്ങനെ അവൾ ബുക്കും ബാഗും ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഈ കാണുന്ന സ്ഥലം മുമ്പ് ഒരുപാട് വീടുകൾ നിന്ന സ്ഥലമാണ്. ഇപ്പോൾ വീടൊക്കെ ഒഴിപ്പിച്ച് ഇപ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ താമസം. പിന്നെ വീടെത്തിയപ്പോഴത്തേക്ക് തുമ്പി നേരെ അമ്മയുടെ ഇടുപ്പിലോട്ട് കയറി. ഇപ്പോൾ കാണുന്നത് ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടാണ്, മുൻവശമാണേ കാണുന്നത്. ഒരുപാട് വലിയ വീടൊന്നും അല്ല, കുഞ്ഞൊരു വീടാണ് ഇത്. ഞങ്ങളെ മുമ്പ് തൊട്ടേ അമ്മ വെക്കുന്ന ചെടികളാണ്. ഒരുപാട് ചെടികളുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പോയി തുമ്പിക്ക് കുറേ മിഠായി മേടിച്ചുകൊണ്ട് വന്നു. അതാണ് അവളെ കയ്യിലിരിക്കുന്നത് കേട്ടോ. ഞാൻ ചെല്ലുമ്പോഴേക്കും അമ്മ ചോറും കറിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കാപ്പി കുടിച്ചില്ലായിരുന്നു. കുട്ടിയൊക്കെ കാപ്പി ഉണ്ടാക്കി കൊടുത്തായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ രാവിലെ അപ്പവും കടലക്കറിയും ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എനിക്ക് ഇഡലിയും സാമ്പാറും തന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറേ നേരം അങ്ങനെ അവിടെ കാര്യം പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഉച്ച ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ. 2 മണി ആയപ്പോഴത്തേക്ക് അമ്മ ചോറെടുത്ത് തന്നായിരുന്നേ. അപ്പോൾ രാവിലെ വെച്ച സാമ്പാറും പിന്നെ മീൻകറി വെച്ചായിരുന്നേ. മീൻകറിയും ഉണ്ടായിരുന്നു, പിന്നെ ഗോവയ്ക്ക വിഴുക്കുവരട്ടി ഉണ്ടായിരുന്നേ. അത് ഞാൻ കഴിക്കുന്നതിനിടെ എൻ്റെ അനിയത്തിയെടുത്താണേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ. ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങ് ഇരുന്നു കേട്ടോ. പിന്നെ ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് അമ്മ ചായ കൊണ്ട് തന്നേ. ചായയും പിന്നെ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, കടയിൽ നിന്ന് മേടിച്ചൊരു സാധനം, അതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല കേട്ടോ. അതും എനിക്ക് കൊണ്ട് തന്നു. ഞാൻ പിന്നെ ചായയും കുടിച്ച് അതും കഴിച്ചു. പിന്നെ ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. അത് എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.